ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് നഷ്ടമാവുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ട്രസ്റ്റ് നഷ്ടമാവാറുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അതായത് അവരുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിശ്വാസം നഷ്ടമാവുക എന്നുള്ളത്. ഒന്നല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർക്കായിരിക്കും ഇവരുടെ മേലുള്ള വിശ്വാസം ഇല്ലാതാവുന്നുണ്ടാവുക, അതല്ലെങ്കിൽ ഇവർക്ക് തന്നെ അവരുടെ പാർട്ട്ണറെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സംശയം അവരുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന സമയത്ത്, അതായത് സംശയം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്ത് കഴിയുമ്പോഴും ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല ചില സമയങ്ങളിലൊക്കെ പിടിക്കപ്പെടാറുണ്ട്. അതായത് നമ്മൾ സംശയിക്കുന്ന പോലെ തന്നെ സംഭവിക്കുന്നു, ആളെ കള്ളത്തരം തന്നെയാണ് ചെയ്യുന്നതെന്ന് ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് അവിടെ ഒരു വിശ്വാസം വരില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരികയാണ്, ഡൗട്ട് വരുന്നുണ്ട്, പക്ഷെ ആ സംശയങ്ങളെല്ലാം സത്യമായിട്ടും സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സംശയം എന്നുള്ള ആ ഒരു കാര്യം പിന്നീട് അങ്ങോട്ട് വിശ്വാസക്കുറവ് എന്നതിന് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് സംഭവിക്കുമ്പോഴാണ്. മാനസികാടുപ്പം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിലുള്ള വിശ്വാസവും നഷ്ടമാവും. നമ്മൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, എത്രത്തോളം ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുന്നുവോ, അതായത് ഇമോഷണലി നമ്മളുടെ ആ ഒരു സ്നേഹവും അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വിശ്വാസം ഉണ്ടാവാറുണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ. അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നെയാണ്. അതില്ല എന്നുണ്ടെങ്കിൽ, ഇമോഷണലി ഒരുപാട് ദൂരെയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇമോഷണലി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മറ്റൊന്നല്ല, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവർ ഒരുപാട് അകലെയാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ശരിക്കും അവർ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അവർ വളരെയധികം ദൂരെയാണെന്ന് തോന്നുന്നുണ്ടാവും. കാരണം നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് അകലെയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അധികം സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. അതുപോലെ നിങ്ങളുടെ വിഷമങ്ങളോ നിങ്ങളുടെ ഇമോഷൻസോ ഒന്നും അവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതിനൊന്നും പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. സോ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിലും ട്രസ്റ്റ് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇടയിൽ വെച്ച് ബ്രേക്ക് ആവുക എന്തെങ്കിലും കാരണം കൊണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എനിക്കറിയാം ഇത് എന്താ പറയാൻ പോകണമെന്നുള്ളതൊക്കെ എനിക്കറിയാം, ഇനിയിപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ളത് അത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല. ബാക്കി അവരുടെ മനസ്സിൽ വെച്ച കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും ഈ പറയുന്ന വിശ്വാസം ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നല്ല, പലരും വിചാരിക്കുന്നുണ്ടാവും കമ്മ്യൂണിക്കേഷൻ നഷ്ടമാകുമ്പോൾ എങ്ങനെയാണ് വിശ്വാസം ഇല്ലാതാവുക എന്നുള്ളത്. നമ്മൾ എത്രത്തോളം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ തമ്മിൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും വർദ്ധിക്കും, അതോടൊപ്പം വിശ്വാസവും വർദ്ധിക്കുകയാണ് ചെയ്യാറുള്ളത്. നേരെ മറിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മാനസികമായി നിങ്ങൾ ഒരുപാട് അകലെയായിരിക്കും. അതുകൊണ്ട് തന്നെ പല രീതിയിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉടലെടുക്കാം. എന്തുകൊണ്ടാണ് ഇവർ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ മിസ്റ്റേക്കും അതിൽ വരാം. അവരെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ നിർത്താൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇടയിൽ കയറി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തുടർന്ന് സംസാരിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ പോലും ഇങ്ങനെ സംസാരിക്കാതാവുന്ന സമയത്ത് പല സംശയങ്ങൾ ഉടലെടുക്കുകയും അതിന്റെ ഭാഗമായി വിശ്വാസം നഷ്ടമാവുകയും ചെയ്യാം. ഇനി നാലാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും വിശ്വാസം നഷ്ടമാവും എന്നുള്ളതാണ്. ടോക്സിക് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പരസ്പരം നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുക, എന്ത് ചെയ്യുമ്പോഴും കുറ്റങ്ങൾ പറയാം, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും സംശയം വരാം എന്നുള്ളതാണ്. അവർക്കും നിങ്ങളോട് സംശയം തോന്നാം, നിങ്ങൾക്കും അവരോട് സംശയം തോന്നാം. അപ്പോൾ ഇതിന്റെ എല്ലാം മുഖ്യമായിട്ടുള്ള അതിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലെല്ലാത്തിലും വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിലൂടെയും പോകുന്ന സമയത്ത് പരസ്പരമുള്ള സ്നേഹം കുറയുകയാണ് ചെയ്യുന്നത്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള വിശ്വാസവും നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ വിശ്വാസം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരോടുള്ളതും അതേപോലെ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസവും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് തിരിച്ചറിയാം. അപ്പൊ പലർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചാനലിൽ തന്നെ മറ്റു കുറേ വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡൗട്ടിനുള്ള ആൻസർ നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇതിലേതെങ്കിലും സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ദെൻ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഒരു റിലേഷൻഷിപ്പ് നഷ്ടമാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. എങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ടും ഭംഗിയായിട്ടും നമുക്ക് ആ റിലേഷൻഷിപ്പ് നമ്മുടെ മരണം വരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അത് അത്രയധികം ശ്രദ്ധയോടെയും ഇഷ്ടത്തോടെയും ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ബന്ധങ്ങളും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നന്നായിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്